സംസ്ഥാന ബജറ്റ് നാളെ. തനത് വരുമാനം ഉയരാതെ സംസ്ഥാനത്തിന് കടക്കെണിയിൽ നിന്ന് മോചനമുണ്ടാകില്ല എന്നതാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുന്നിലെ ഏറ്റവും വലിയ ഭീഷണി. കേന്ദ്ര ഗ്രാന്റും നികുതി വിഹിതവും വായ്പയും മാത്രം ആശ്രയിക്കുന്ന സാമ്പത്തിക മാനേജ്മെന്റിൽ മാറ്റം വരുത്തി മറ്റ് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിയേ മതിയാകൂ. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ടിൻഡു കണ്ടിരുന്നു. അദ്ദേഹം ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒപ്പം ബജറ്റിൽ നമ്മുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? നീലിമ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി 10 മാസം മാത്രമാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സമയമെന്ന് പറയുന്നത്. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ജനക്ഷേമ പദ്ധതികളൊന്നും നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല. നിലവിൽ വരുമാനം കണ്ടെത്താനുള്ള മാർഗമായിരിക്കാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഈ അടിസ്ഥാന നികുതികളിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ആ നികുതി പൊതുജനങ്ങളിൽ നിന്നും ഈടാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് പുനരധിവാസവും വിഴിഞ്ഞം തുറമുഖവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമുണ്ടാകും. കേന്ദ്ര സർക്കാരിൽ നിന്നും വിനോദസഞ്ചാര മേഖലയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു റാഡിക്കൽ ആയിട്ടുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം വരുന്ന രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനമായിരുന്നു. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത പല പദ്ധതികളുമുണ്ട്. കിഫ്ബിയിൽ നിന്നും ഇനി കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്നും വരുമാനം നേടിക്കൊണ്ടുള്ളൊരു വികസന പ്രവർത്തനങ്ങൾക്കുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ സാധ്യതയില്ല. കാരണം കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ തർക്കം നടക്കുന്ന ഒരു ഘട്ടമാണ്. അത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള തർക്കം സുപ്രീം കോടതിയിലേക്കുള്ളൊരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കിഫ്ബിയെ ആശ്രയിക്കുന്ന ഒരു പ്രഖ്യാപനവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയോ എന്നൊരു ചോദ്യം നമ്മൾ ധനമന്ത്രിയെ കാണുമ്പോൾ ചോദിച്ചിരുന്നു. പക്ഷേ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്ക് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് സാധിക്കുന്നില്ല എന്നാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ എന്തായാലും 6 മാസത്തോളമുള്ള കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടികളും ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനസ്വീകാര്യതയുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനത്തിന് നിലവിൽ സാധ്യത നിൽക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മാസം സമയമാണുള്ളത്. വരുമാനം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പല പ്രഖ്യാപനങ്ങളും ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനപ്രതിസന്ധി, അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്. വിരമിക്കൽ വരുന്നുണ്ട്. ഈ വർഷം തന്നെയാണ് ഈ വിരമിക്കൽ വരുന്നത്. വിരമിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളിലൊക്കെ അധിക പണം കണ്ടെത്തേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു ജനകീയ ബജറ്റാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്ക ഇപ്പോഴും നാളെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കാൻ പോവുകയാണ്. തനത് വരുമാനം ഉയരാതെ സംസ്ഥാനത്തിന് കടക്കണിയിൽ നിന്ന് മോചനമുണ്ടാകില്ല എന്നതാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണി. നാളെയാണ് ബജറ്റ് അവതരണം. ടിൻഡു ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.